ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി B6 മോഡലാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വരികയുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ വേറെ വർക്കൊന്നും പറഞ്ഞല്ല. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തേ നമുക്ക് അതിൻ്റെ കംപ്ലയിൻസ് ആയിട്ട് തോന്നിയത് ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചെറിയൊരു കല്ലപ്പ് പോലെ കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ ബാക്കിലത്തെ പുതിയ ടയർ അടക്കണേ. ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. പുതിയ ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എക്സ്റ്റേൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ. വോൾട്ട് നോക്കുമ്പോൾ 12.97 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.9 വോൾട്ടോളം വരുന്നുണ്ട് കേട്ടോ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് ചെയിൻ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറുതായിട്ടൊരു അടിയുണ്ട്. അത് നമ്മൾ ഓടിക്കുമ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണം. എനിക്ക് ആ ചെറിയൊരു അടിയുണ്ട്, ഇത് ശ്രദ്ധിച്ചേണ്ടതൊന്നും മനസ്സിലാവില്ല. അതല്ലാതെ കൊണ്ട് നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് ഉള്ള ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടല്ലോ. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഒരു കല്ലപ്പ് പോലെ കാണിക്കും. അപ്പോൾ പെട്ടെന്ന് കയറി ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ അത് MC സബിൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി തരാം. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്കൊന്ന് ടോപ്പ് അപ്പ് നോക്കിയിട്ട് അഴിക്കണ സമയത്ത് കുറച്ച് ഫ്ലൂയിഡ് പോകും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ അടിയിലത്തെ കാളിപ്പർ ബ്രാക്കറ്റൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ആയാലും ബെയറിങ് കാര്യങ്ങളൊക്കെ നോക്കി വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റേണ്ടതാണ്. കഴിഞ്ഞ സർവീസിൽ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ആ ബ്രേക്കിൻ്റെ ഒരു കല്ലപ്പുണ്ട്, അപ്പോൾ അതൊന്ന് അഴിച്ച് എൻ്റെ MC സബ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോൺസെപ്റ്റ് ചെറിയ റെഡിയുണ്ട്, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ. പിന്നെ കണ്ണാടി പൊട്ടിയിരിക്കുന്നുണ്ട്, റൈറ്റ് സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട്. ടാങ്ക് ബാഗൊക്കെ മോശം അവസ്ഥയിലാണ്. അത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ബാക്കിയത്തെ ഞാൻ എസ്റ്റിമേറ്റിൽ ഇടുന്നുണ്ട്. മിററും ടാങ്ക് ബാഗും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിവിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഒരു ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വാട്സാപ്പിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ.